ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 6th സ്റ്റാൻഡേർഡിൻ്റെ ക്ലാസ്സാണ്. അത് ക്ലാസ്സിൻ്റെ 6th ക്ലാസ് ലെസണിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ്. 6th സ്റ്റാൻഡേർഡിൽ 6ാമത്തെ ക്ലാസ്സിൽ CBSE ക്ലാസ്സിൽ. അപ്പോൾ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ആൻസർ തുടങ്ങുന്നതിന് മുമ്പ് പേജ് നമ്പർ 81-ൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, പാഠസ്യ ആധാരേണ പ്രശ്നാനാം ഉത്തരാണി ഏകപദേന ലിഖന്തു. പാഠസ്യ ആധാരേണ, പാഠം അധികരിച്ച്, പ്രശ്നാനാം ചോദ്യങ്ങളുടെ ഉത്തരാണി ഉത്തരങ്ങൾ, ആൻസേഴ്സ് ഏകപദേന ഒറ്റ പദത്തിൽ എഴുതുക എന്നാണ്. ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തത്, ലെസൻ്റെ പേരെന്താ? സയേവ മഹാൻ ചിത്രകാര എന്നാണ്. സയേവ മഹാൻ ചിത്രകാര. ശ്രദ്ധ സർവത്ര കിം പശ്യതി. ശ്രദ്ധ എല്ലായിടത്തും എന്താ കാണുന്നത്? പുഷ്പാണി, പുഷ്പങ്ങൾ, പർണാനി, വിലകൾ, ഖഗാഹ ബേർഡ്സ്, ജന്തവ ജന്തുക്കൾ, ഇത്രയാണ്. സെൻറ്റൻസ് ആയിട്ട് എഴുതണ്ട, ഇങ്ങനെ കാര്യങ്ങൾ മാത്രം എഴുതുക. പുഷ്പാണി, പർണാനി, ഖഗാഹ, ജന്തവ ച. അടുത്തത്, ശുകഃ കേന വർണ്ണേന ശോഭതേ. ശുകഃ പാരറ്റ് കേന വർണ്ണേന ഏത് വർണ്ണത്താൽ, ഏത് നിറത്താൽ ശോഭിക്കുന്നു. അപ്പോൾ ഇവിടെ കേന എന്ന് പറയുമ്പോൾ ആൻസറും എന്ത് ചെയ്യണം? അതുപോലെയാണ് അല്ലേ? ഏത് വർണ്ണത്താലാണ്? ഹരിതവർണ്ണമല്ലേ? ഹരിതം പച്ച. അപ്പോൾ ഇതിന് ഹരിതവർണ്ണേന. അടുത്തത്, ശ്രദ്ധായാഹ ഇഷ്ടവർണ്ണഃ കഃ. ശ്രദ്ധയുടെ ഇഷ്ടവർണ്ണം, ഇഷ്ടപ്പെട്ട വർണ്ണം ഏതാണ്? ഹരിതഃ. കഃ മഹാൻ ചിത്രകാരഃ. ആരാണ് മഹാനായ ചിത്രകാരൻ? പരമേശ്വരഃ. പരമേശ്വരനാണ് മഹാനായ ചിത്രകാരൻ. ആദിത്യഃ കാൻ ദ്രഷ്ടുമിച്ഛതി. ആദിത്യൻ കാൻ ദ്രഷ്ടും, ആരെ കാണാൻ ഇഷ്ടപ്പെടുന്നു? ആരെയാണ് കാണാൻ ഇഷ്ടപ്പെടുന്നത്? ചിത്രവർണ്ണാഹ ശുകാഹ. ചിത്രവർണ്ണാഹ ശുകാഹ. ചിത്രവർണ്ണാഹ എന്ന് പറഞ്ഞാൽ പല നിറത്തിലുള്ള, ചിത്രവർണ്ണങ്ങളുള്ള പല നിറത്തിലുള്ള ശുകാഹ, പാരറ്റ്സിനെ. അടുത്ത രണ്ടാമത് വരുന്നത്, പാഠസ്യ ആധാരേണ പ്രശ്നാനാം ഉത്തരാണി പൂർണ്ണവാക്യേന ലിഖന്തു. ഫുൾ സെൻറ്റൻസിൽ ആൻസർ എഴുതണം. ഒന്നാമത്തത്, ആചാര്യസ്യ പ്രാവരകസ്യ വർണ്ണഃ കഃ. ആചാര്യൻ്റെ പ്രാവരകസ്യ, പ്രാവരകം എന്തോന്നാണ്? ഇട്ടിരിക്കുന്ന കോട്ടില്ലേ, അതിൻ്റെ വർണ്ണഃ നിറം എന്താണ്? അത് ഫുൾ സെൻറ്റൻസിലാണ് എഴുതേണ്ടുന്നത്. എന്താണ്? ശ്വേതഹയാണ്. പക്ഷേ ശ്വേതഹ എന്ന് മാത്രം എഴുതിയാൽ പോലെ ഫുൾ സെൻറ്റൻസിൽ. എങ്ങനെ? ആചാര്യസ്, ഇതൊക്കെ ഉള്ളത് തന്നെ. പ്രാവരകസ്യ വർണ്ണഃ ശ്വേതഃ അസ്തി. ശ്വേതഃ അസ്തി മാത്രം കൂടുതലായിട്ട് എഴുതിയാൽ മതി. അപ്പോൾ ആചാര്യസ്യ പ്രാവരകസ്യ വർണ്ണഃ ശ്വേതഃ അസ്തി. അടുത്ത ക്വസ്റ്റ്യൻ, കുത്ര വിവിധേഷു വർണ്ണേഷു പാടലപുഷ്പാണി സന്തി. കുത്ര എവിടെയാണ്? വിവിധേഷു വർണ്ണേഷു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള, വിവിധ തരത്തിലുള്ള വർണ്ണങ്ങളിലുള്ള പാടലപുഷ്പാണി. പാടലപുഷ്പം എന്താണ്? റോസാപ്പൂ കേട്ടില്ലേ? അതാണ് പാടലപുഷ്പാണി സന്തി. എവിടെയൊക്കെയാണുള്ളത്? എവിടെയാണ്? മഞ്ജുളസ്യ ഉദ്യാനേ. മഞ്ജുളയുടെ ഉദ്യാനത്തിൽ വിവിധേഷു വർണ്ണേഷു വിവിധങ്ങളിലുള്ള വർണ്ണങ്ങളിലുള്ള പാടലപുഷ്പങ്ങൾ സന്ധി ഉണ്ട്. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ, കിം ബഹുവർണ്ണമയം ഇത് മഞ്ജുളസ്യ അഭിപ്രായഃ. മഞ്ജുളയുടെ അഭിപ്രായത്തിൽ കിം ബഹുവർണ്ണമയം. ബഹുവർണ്ണം എന്ന് പറഞ്ഞാൽ പല വർണ്ണങ്ങൾ കൂടെ ഒന്നിച്ചുള്ള, അതെന്ന് പറഞ്ഞാൽ എന്താ മഞ്ജുളയുടെ അഭിപ്രായം? ഇന്ദ്രധനുഹു. ഇന്ദ്രധനു എന്താണ്? മഴവില്, റെയിൻബോ. ഇന്ദ്രധനുഹു ബഹുവർണ്ണമയം ഇതി മഞ്ജുളസ്യ അഭിപ്രായഃ അസ്തി. ഇന്ദ്രധനുവാണ് ബഹുവർണ്ണമയം എന്നാണ് മഞ്ജുളയുടെ അഭിപ്രായം. അടുത്തത്, ചിത്രവർണ്ണ ശുകാഹ കീദൃശാഹ ഭവന്തി. ശുകാഹ എന്ന് പറഞ്ഞാൽ എന്താ? പാരറ്റ്സ്. ചിത്രവർണ്ണ ശുക എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് കളേഴ്സുള്ള, പല കളറിലുള്ള ശുകം. കീദൃശാഹ ഭവന്തി എങ്ങനെയായിരിക്കും? ചിത്രവർണ്ണ ശുകാനാം പക്ഷാഹ. പക്ഷാഹ എന്ന് പറഞ്ഞാൽ വിങ്സ്, ചിറകുകൾ. ചിത്രവർണ്ണ പക്ഷികളുടെ ശുകാനാം അവയുടെ, ഷഷ്ടി ബഹുവചനം. പക്ഷാഹ വിങ്സ്, നീലാഹ ബ്ലൂ കളർ, പീതാഹ യെല്ലോ കളർ, രക്താഹ റെഡ് കളർ ച ഭവന്തി. ഈ 3 കളറിലാണ്. അടുത്തത്, കസ്യ വർണ്ണഃ കൃഷ്ണഃ. ആരുടെയൊക്കെ വർണ്ണമാണ്? കൃഷ്ണഃ. കൃഷ്ണ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് കളർ. കാകസ്യ, കാകം,
കാക്കയുടെ പികസ്യ പിക എന്ന് പറഞ്ഞാൽ കുയിലിൻ്റെ ച വർണ്ണ കൃഷ്ണ ഭവതി ഇവ രണ്ടിൻ്റെയാണ് കൃഷ്ണവർണ്ണമായിട്ടുള്ളത്. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതിൻ്റെ തൊട്ട് താഴെയുള്ളത് പേജ് നമ്പർ 81 തൊട്ട് താഴെ എന്താ ഉചിത വർണ്ണേന സഹ ശബ്ദം യോജയന്തു. ഉചിത വർണ്ണം കൊണ്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം. കളർ കൊടുത്തിട്ടുണ്ട്, അവിടെ ഒരു എക്സാമ്പിൾ കൊടുക്കണം. ഞാൻ പറയുന്നേ ഉള്ളൂ അത് ആൻസേഴ്സ്. ആദ്യത്തെ കൊടുത്ത രക്തവർണ്ണ. രക്തവർണ്ണം എന്തിനാണുള്ളത്? സാധാരണ ഈ പാരറ്റിൻ്റെയൊക്കെ ചുണ്ട് എങ്ങനെയാണ്? രക്തവർണ്ണമല്ലേ. അപ്പം അതെങ്ങനെ പറയാം? രക്തവർണ്ണ ശുകസ്യ ചഞ്ചുഹു. ചഞ്ചുഹു എന്നാണ്. ശുകസ്യ ചഞ്ചുഹു. ശുകസ്യ ചഞ്ചുഹു. ആൻസേഴ്സ് മാത്രമേ എഴുതുന്നു. ശുകസ്യ ചഞ്ചുഹു, അതാണ് ഒന്നാമത്തത്. ശുകസ്യ ചഞ്ചുഹു. അടുത്തത് നീലവർണ്ണ. അത് ബ്ലൂ കളർ. നീലവർണ്ണ എന്തോന്നാണ്? ആകാശം നീലയല്ലേ. അപ്പം ഗഗനഹ. ഗഗനഹ. നീലവർണ്ണ ഗഗനഹ, ആകാശം. അത് കഴിഞ്ഞിട്ട് കൃഷ്ണവർണ്ണ. കറുപ്പ് നിറം നേരത്തെ പറഞ്ഞു അല്ലേ. കാകഹയുണ്ട്, പിഗഹയുണ്ട്. അപ്പം കാകഹ. കാകഹ. അടുത്തത് ഹരിതവർണ്ണ. ഹരിതം എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രീൻ കളർ. ഈ ലീഫിൻ്റെയൊക്കെ കളറല്ലേ. അപ്പം പർണഹ. പർണഹ. അടുത്തത് പീതവർണ്ണ. പീതവർണ്ണ യെല്ലോ. സൂര്യകാന്തി പീതവർണ്ണമല്ലേ. സൂര്യകാന്തി പുഷ്പം. സൂര്യകാന്തി പുഷ്പം. സൂര്യകാന്തി പുഷ്പം. സൂര്യകാന്തി പുഷ്പം. അടുത്തത് ശ്വേതവർണ്ണ. ശ്വേതനിറം എന്ന് പറഞ്ഞാൽ എന്താ? വൈറ്റ്. മല്ലികപ്പൂവില്ലേ, ശ്വേത നിറമാണ്. അത് മല്ലികാ പുഷ്പം. മല്ലികാ പുഷ്പം. മല്ലികാ പുഷ്പം. അടുത്തത് പാടലവർണ്ണ. പാടലവർണ്ണം എന്താണ്? റോസിൻ്റെ നിറം. റോസ്. അതേതാണ്? പാടലപുഷ്പം. റോസ്. പാടലപുഷ്പം. പാടലപുഷ്പം. അടുത്തത് നീലലോഹിത. നീല ചേർന്ന നീല കളർ ഒരു നീലയുണ്ട്. അതെന്താന്ന്? അത് നമ്മൾ ഈ ഞാവൽപ്പഴത്തിനൊക്കെ വരുന്നതാണ്. ഞാവൽപ്പഴത്തിന് എന്താ പറയുന്നത്? ജംബുകഫലം. 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 ഇത്രയാണത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. അടുത്ത ക്വസ്റ്റ്യൻ രാഷ്ട്രധ്വജസ്യ സമുചിതൈഃ വർണ്ണൈഃ അധ പ്രദത്തേഷു വാക്യേഷു റിക്തസ്ഥാനാനി പൂരയന്തു. രാഷ്ട്രധ്വജം എന്താണ്? നാഷണൽ ഫ്ലാഗ്. അപ്പോൾ അതിൻ്റെ ഓരോ ഭാഗത്ത് എന്തൊക്കെ നിറമാണെന്ന് കൊടുത്തിരിക്കുന്നത് അത് നമുക്ക് എഴുതണം. ആദ്യത്തത് ക എന്ന് പറയുന്നത് ഉപരി ഡാഷ് വർണ്ണ അസ്തി. ഉപരി എന്താണ്? മുകളിൽ. ഏത് വർണ്ണമാണ്? കേസരഹ വർണ്ണയല്ലേ. അപ്പം കേസരഹ വർണ്ണ. കേസരഹ. അടുത്തത് മധ്യേ ഡാഷ് വർണ്ണ. മധ്യ എന്താണ്? വൈറ്റ്. അപ്പം ശ്വേത. ശ്വേത. അടുത്ത അധ അടിയിൽ എന്തോന്നാണ്? പച്ച നിറമല്ലേ. ഹരിത. അടുത്ത ധ്വജസ്യ കേന്ദ്രേ. കേന്ദ്രം എന്ന് പറഞ്ഞാൽ മിഡിൽ. കേന്ദ്രേ ഡാഷ് വർണ്ണ സന്ധി. അത് മിഡിൽ എന്ത് നിറമാണ്? ബ്ലൂ. നീല.
നീലः വർണ്ണः अस्ति. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 5. ക്വസ്റ്റ്യൻ പ്രശ്നാനാം ഉത്തരാണി ഏകപദേന ലിഖന്തു. ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് ഒറ്റ വാക്യത്തിൽ എഴുതണം. ഒറ്റ വാക്കിൽ. ഒന്നാമത്തോടെ കൊടുത്തിരിക്കുന്നത് ആകാശസ്യ വർണ്ണഃ കഃ. ആകാശത്തിൻ്റെ വർണ്ണം എന്താണ്? ബ്ലൂ അല്ലേ? ബ്ലൂവിന് എന്ത് പറയുന്നത്? നീലഃ. ഒറ്റ പദം. ഇനി കദളീഫലസ്യ വർണ്ണഃ. കദളീഫലം എന്താണ്? പഴത്തിൻ്റെ വർണ്ണഃ കഃ. പീതഃ, യെല്ലോ അല്ലേ? അടുത്തത് തൃണം എന്താണ്? തൃണം പുല്ല്, ഗ്രാസ്. തൃണസ്യ വർണ്ണഃ കഃ. ഹരിതഃ, പച്ച നിറം. തൃണത്തിൻ്റെ ഹരിതഹയാണ്. അടുത്തത് വരെയായി. എന്താണ്? महिषस्य वर्णः कः. महिषस्य वर्णः कः. महिषस्य वर्णः എന്താണ്? महिषस्य वर्णः कः. അത് കറുപ്പ് നിറമല്ലേ? അപ്പോൾ ശ്യാമവർണ്ണമാണ്. കൃഷ്ണശ്യാമഹ എന്ന് പറയാം. കൃഷ്ണശ്യാമഹ, കറുപ്പ് നിറം ചേർന്ന നീല, 4 മുതലാണ് കൃഷ്ണശ്യാമഹ. കൃഷ്ണവർണ്ണം കഴിഞ്ഞാൽ മതി. കൃഷ്ണശ്യാമഹ അല്ലെങ്കിൽ കൃഷ്ണവർണ്ണ, കൃഷ്ണ അല്ലെങ്കിൽ ശ്യാമഹ. അതിൽ കൃഷ്ണ ഓർ ശ്യാമഹ ഏതെങ്കിലും എന്താണ്. അടുത്ത ക്വസ്റ്റ്യൻ മയൂരസ്യ വർണ്ണഃ കഃ. മയൂരം എന്താണ്? പീക്കോക്ക്. പീക്കോക്കിൻ്റെ നിറം എല്ലാവർക്കും അറിയാമല്ലോ. എന്തോന്നാണ്? ഇതല്ലേ, ചിത്രവർണ്ണമാണ്. പല നിറമാണ് അല്ലേ? ചിത്രവർണ്ണഃ. ചിത്രവർണ്ണഃ. അപ്പോൾ ഇത്രയാണ് ക്വസ്റ്റ്യൻ. പിന്നെ കൊടുത്തിരിക്കുന്ന പടമൊക്കെ അതൊക്കെ നിങ്ങൾ തന്നെ എഴുതിയാൽ മതി. രേഖാങ്കിതേഷു നിർദ്ദിഷ്ടേഷു വർണ്ണാൻ പൂരേന്തു വർണ്ണം, അതൊക്കെ നിങ്ങൾ തന്നെ എഴുതിയാൽ മതി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.